വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാ, പക്ഷെ ഒന്നും നടക്കണില്ല. അപ്പം നമ്മൾ മുഖം വാടാതെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിൻ്റെ തീ കത്തണം. നമ്മളെ ആത്മാവ് നിർവീര്യമായി പോകരുത്. മടുപ്പ് തോന്നില്ല, നമുക്ക് പ്രാർത്ഥനയിലും മടുപ്പ് തോന്നില്ല, ജീവിത പ്രവൃത്തികളിലും മടുപ്പ് തോന്നില്ല. ശരീരം ക്ഷീണിച്ചാലും മനസ്സിന് ഉന്മേഷം ഉണ്ടാവും പരിശുദ്ധാത്മാവ് നമ്മളിൽ ഉണ്ടെങ്കിൽ. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചാൽ മാത്രമേ നമുക്ക് തമ്പുരാൻ പറഞ്ഞു വെച്ച സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യം, നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ ബന്ധുക്കൾ, ഇവരൊക്കെ നമുക്ക് എതിരായി മാറാൻ പോണ കാലഘട്ടമാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഇല്ലെങ്കിൽ നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റില്ല. സാക്ഷ്യമായി തീരേണ്ട നമ്മളൊക്കെ എതിർ സാക്ഷ്യങ്ങളായി മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിലേക്ക് ലോകം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ പന്തക്കുസ്താക്ക് പ്രത്യേകം നമ്മൾ ഒരുങ്ങേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ നിറയാൻ, എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ഫലങ്ങളാൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരുക്കമായിരിക്കണം ഈ പന്തക്കുസ്താക്ക് വേണ്ടത്. അല്ലാതെ പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകം, ദാനങ്ങൾ, വരങ്ങൾ ഇതൊക്കെ നിറയട്ടെ എന്നുള്ളൊരാഗ്രഹത്തോടു കൂടിയ ഒരു ഒരുക്കം ഒരിക്കലും നമ്മൾ നടത്തരുത്. അങ്ങനെ ഒരു ഒരുക്കം നടത്തുന്നതിൻ്റെ ഫലമായിട്ടാണ് കുറച്ച് നാളത്തേക്ക് ഒരു ഉന്മേഷം ഉഷാറൊക്കെ വന്നു, പിന്നെ അത് സാധാരണ പോലെയായി മാറും. അങ്ങനെയാണ് ആത്മാവ് നിർവീര്യമായി പോകുന്നത്.